സ്പോൺസേഴ്സ് പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനല്ല നമ്മൾ ചാനൽ നടത്തുന്നത്. അവിടെ ഞാൻ പറയുന്നതിനപ്പുറം വേറെ ഒന്നും ചെയ്യണ്ട. അവർക്ക് പലതും പറയാം, പക്ഷെ ചാനലിന്റെ റെപ്യൂട്ടേഷനാണ് എനിക്ക് വലുത്. പണത്തിന് വേണ്ടി അത് വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. ഓക്കെ? നീ ചെയ്യുന്ന മോളെ ശരി. സത്യത്തിൽ മോളിങ്ങനെ പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുക. നമ്മുടെ ചാനൽ ഇന്ന് നമ്പർ 1 ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മോൾ ഒരാൾ കാരണം മാത്രമാ. അതൊന്നും എന്റെ മാത്രം കഴിവല്ല ചെറിയച്ച. അച്ഛനും ചെറിയച്ഛനും ചെയ്തു പോന്ന കാര്യങ്ങളാണ് ഞാനും ചെയ്യുന്നത്. പിന്നെ എനിക്ക് മാത്രമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. നിങ്ങൾ എല്ലാവരുടെ അധ്വാനവും നമ്മുടെ വിജയത്തിന് പിന്നിലുണ്ട്. എനിക്കിപ്പോ ബിസിനസിനേക്കാൾ എല്ലാം വലുത് പൃഥ്വിയുടെ വിവാഹമാ. അതൊന്ന് ഭംഗിയായി നടക്കുന്നത് വരെ മറ്റൊന്നിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ആ കാര്യത്തിൽ ഇത്ര ധൃതിയുടെ ആവശ്യമുണ്ടോ മോളെ? ഉണ്ട്. വിവാഹം ഇനി വൈകിക്കൂടാ. അഷിതയും വീട്ടുകാരെയും പുറത്തൊരു ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്യാന്നുള്ളതാ എന്റെ തീരുമാനം. ഹോട്ടലിലോ? അതെ. അതെന്താ അങ്ങനെ? നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ വെച്ചായാൽ അത് അവർക്കും മനസ്സുകൊണ്ട് ബുദ്ധിമുട്ടാവും. നമ്മളെക്കാൾ സാമ്പത്തിക ശേഷി കുറഞ്ഞവരാണെന്നുള്ള ചിന്ത തോന്നാൻ പാടില്ലല്ലോ. എല്ലാം മോളുടെ ഇഷ്ടം പോലെ. നീ എന്ത് ചെയ്താലും അതിലൊരു ശരിയുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാര്യങ്ങൾ എന്നേക്കാൾ പക്വതയോടെ നോക്കിക്കണ്ട് ചെയ്യാനും മോൾക്ക് സാധിക്കും. പൃഥ്വിയുടെ വിവാഹകാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റില്ല എന്ന് ഉറപ്പുണ്ട്. നിന്റെ ഈ വിശ്വാസമാണ് എന്റെ ധൈര്യം. ഹലോ, ഞാനിപ്പോ അയക്കാം. ഒരു മിനിറ്റ്. ഓക്കെ മോളെ. ടെൽ മീ. ഓക്കെ. മഹിയേട്ടൻ എന്ത് വിവരക്കേടായി കാണിക്കുന്നത്? എന്ത്? നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്തൊരു വിവാഹം എന്റെ മകന് നടത്തി കൊടുക്കണമെന്ന് നിങ്ങൾക്ക് എന്താ വാശി? ഈ വിവാഹം തീരുമാനിച്ചത് പൂർണിമയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ മറിച്ചൊരു സംസാരത്തിന്റെ ആവശ്യമില്ല. അതെന്താ? ഞാൻ അവന്റെ അമ്മയല്ലേ. എന്റെ മകന്റെ കല്യാണത്തെ കുറിച്ച് എനിക്ക് അഭിപ്രായം പറഞ്ഞൂടെ? കോടീശ്വരന്മാരായ ഒരുപാട് പെൺകുട്ടികൾ എന്റെ മോനെ കെട്ടാൻ ക്യൂ നിക്ക. അപ്പോഴാ ഈ ദാരിദ്ര്യ കല്യാണം. ഞാൻ ഇതിന് സമ്മതിക്കില്ല. നിന്റെ സമ്മതത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. പൂർണിമയുടെ വാക്കാണ് ഈ വീട്ടിലെ അവസാന തീരുമാനം. അതേ നടക്കൂ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കണ്ട. മനസ്സിലായല്ലോ?